റീഡിങ്സ് ഓൺ കേരളയിലെ ലളിതാംബിക അന്തർജനത്തിൻ്റെ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റീൻ്റെ സ്റ്റോറി ഔട്ട്ലൈൻ ആണ് നമ്മൾ നോക്കുന്നത്. ലൈൻ ബൈ ലൈൻ നോക്കാം. ദ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഈസ് ഗോവിന്ദൻ കുട്ടി. പ്രോട്ടഗോണിസ്റ്റ് എന്ന് വെച്ചാൽ കഥാനായകൻ. ആരാണ്? ഗോവിന്ദൻ കുട്ടിയാണ്. ഹി ഈസ് എ ബിസി ഗവൺമെന്റ് ഓഫീസർ. അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു. ഹിസ് മദേഴ്സ് നെയിം ഇസ് ലക്ഷ്മി. അമ്മേന്റെ പേരെന്താണ്? ലക്ഷ്മി. Another important character is കുഞ്ഞത്തോളമ്മ. The story centers around 3 characters. അപ്പോൾ ഈ 3 ക്യാരക്ടറാണ് ഈ കഥയിലുള്ളത്. കുഞ്ഞത്തോളമ്മയും ലക്ഷ്മിയും ഗോവിന്ദൻകുട്ടിയും. In the beginning of the story, we see a very busy government officer with tight schedule and meeting. വളരെ തിരക്കുള്ള ഒരു ഗവൺമെന്റ് ഓഫീസറെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. He was completely busy in the sense that he could have food, take a bath and so on. അപ്പൊ അത്രയും ബിസി ആയിരുന്നു. ഫുഡ് കഴിക്കാനും ബാത്ത് ചെയ്യാനുള്ള ആ ടൈം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അത്രയും ബിസി ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. He was suffering from a headache as well. ഒരു തലവേദനയും ഉണ്ടായിരുന്നു. It is sad that he did not get time to spend quality time with his newborn baby. അവർക്കുണ്ടായിരുന്ന പുതിയ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതിൽ വിഷമമുണ്ടായിരുന്നു. വാട്ട് എവർ ഹിസ് കണ്ടീഷൻ ഇസ്, ഹി മെറ്റ് ദ വിസിറ്റേഴ്സ് വിത്ത് എ സ്മൈൽ, ബട്ട് ഹി ഷവേഴ്സ് ഓൾ ഹിസ് ആങ്കർ ഓൺ ഹിസ് സെക്രട്ടറി. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അദ്ദേഹത്തിന്റെ വിസിറ്റേഴ്സിനെ കാണുന്നത് വളരെ ചിരിച്ചിട്ടൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ദേഷ്യമൊക്കെ കാണിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോടായിരുന്നു. That day, an old lady was there to meet him. When the secretary informed about the last visitor, he shouted him, but his anger showers down when the secretary informs him that the old lady was waiting for him in the morning without having food. അപ്പം ഒരു വയസ്സായ സ്ത്രീ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് സെക്രട്ടറി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അപ്പൊ അത് കേട്ടതും അദ്ദേഹത്തിന് എന്തായി? ചൂടായി, ആംഗ്രി ആയി. അപ്പം സെക്രട്ടറി പറയാണ്, ഭക്ഷണം പോലും കഴിക്കാതെയാണ് സാറിനെ കാണാൻ വന്നിട്ടുള്ളത്. ഹി ഷൗട്ടഡ് ദ സെക്രട്ടറി ആസ്കിങ് ഇഫ് ഹി വാണ്ട് ടു കിൽ ഹിം. അപ്പൊ സെക്രട്ടറിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ കൊല്ലണോ എന്ന് ചോദിക്കുകയാണ്. ദ ലേഡി എൻറ്റേർഡ് ആൻഡ് ഷീ വോർ ദ അറ്റയർ ഓഫ് ദ 18th century. 18th centuryയിലുള്ള ആൾക്കാരൊക്കെ ധരിച്ചിരുന്ന പോലത്തെ ഒരു വസ്ത്രമായിരുന്നു ആ സ്ത്രീ ധരിച്ചിരുന്നത്. She covered herself with a dhoti and had an umbrella and a dangling earring. ഒരു തൂങ്ങിക്കിടക്കുന്ന ഇയറിങ്ങും അതേപോലെ തന്നെ ഒരു അംബ്രലയും ഒരു ധോത്തിയൊക്കെ ഉടുത്തിട്ടായിരുന്നു ആ സ്ത്രീ വന്നിരുന്നത്. Along with her there was a boy of 7 years old. ഒരു 7 വയസ്സ് തോന്നിക്കുന്ന ഒരു മകനും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. The leader was perplexed. There was something familiar about the women. Some resemblance that brought back memories, but he wasn't sure. ആ സ്ത്രീയെ കണ്ടപ്പം ഈ ഗോവിന്ദൻ കുട്ടിക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വരികയാണ്. എവിടെയോ കണ്ട പരിചയം തോന്നുകയാണ്. പക്ഷെ അത് തന്നെയാണെന്ന് ഗോവിന്ദൻ കുട്ടിക്ക് തോന്നുന്നില്ല. അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഹി അബ്രപ്റ്റ്ലി റോസ് ഫ്രം ഹിസ് സീറ്റ്. അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് എണീറ്റു. ദ വിസിറ്റർ റിമെയിൻസ് സൈലന്റ്. അപ്പൊ വിസിറ്റർ വന്ന ആ സ്ത്രീ മിണ്ടാതെ നിന്നു. Her gaze fixed on the ground. He spoke gently, trying not to show his impatience. അദ്ദേഹം വളരെ ജെന്റിലായിട്ട്, ദേഷ്യപ്പെടാതെ വളരെ ജെന്റിലായിട്ട് സംസാരിച്ചു ഗോവിന്ദകുട്ടി. The visitor raised her head. അപ്പം ആ വന്ന സ്ത്രീ അദ്ദേഹത്തിന്റെ തല ഉയർത്തുകയാണ്. The dhoti that had been covered her head slid down, allowing him to see her face. അപ്പം ആ ധോത്തി വീണിട്ട് ആ സ്ത്രീയുടെ മുഖം അപ്പോഴാണ് ഗോവിന്ദൻകുട്ടി കാണുന്നത്. She was trembled and appeared confused and scared. Her eyes welled up with tears. അപ്പം ഒരു സ്കെയർഡ് ആയിട്ട് ഉള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരുന്നു ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. കണ്ണുനീരൊക്കെ വളരെ സാഡ് ആയിട്ട് വളരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ. She said quietly, I don't want to sit down, Govindankutti. I will leave now. I simply wanted to catch a glimpse of you.
അപ്പം ഗോവിന്ദൻകുട്ടിയോട് പറയാണ്, എനിക്ക് ഇരിക്കൊന്നും വേണ്ട, ഞാനിപ്പം തന്നെ പോകും, എനിക്കൊന്നും നിന്നെ കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഷീ ഈവൻറ്റ്ലി ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക്. അവർക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. He suddenly noticed a familiar scar on her forehead, caused by years of daily obeisance to the rising sun, and the mark left on her wrist by bell metal bangles. He eventually realized it was കുഞ്ഞത്തോളമ്മ. അപ്പം പെട്ടെന്ന് ഈ ഗോവിന്ദൻകുട്ടി ആ സ്ത്രീയുടെ മേത്തുള്ള ആ ഒരു സ്കാർ നോക്കി. അവരുടെ ഫോർഹെഡിലും അവരുടെ വ്രിസ്റ്റിലൊക്കെ സ്കാർസ് ഉണ്ടായിരുന്നു. ആ സ്കാർസ് കണ്ടപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായി അത് കുഞ്ഞത്തോളമ്മയാണ് ആണെന്ന്. They locked their gaze on each other. അവർ പരസ്പരം നോക്കി. He could see the intensity of a mother who had been separated from her son for a long time in her eyes. അപ്പോൾ കുഞ്ഞത്തോളമ്മയുടെ കണ്ണുകളിൽ ഒരു മകൻ ഒരു അമ്മയിൽ നിന്നും കുറേ കാലം വിട്ടുപിരിഞ്ഞു പോയതിൻ്റെ ആ ഒരു തീവ്രത കുഞ്ഞത്തോളമ്മയുടെ കണ്ണുകളിലുണ്ടായിരുന്നു. It seemed to express nothing more than faith in the reality and gentleness of love. It was as if his entire life was playing out in front of him at that moment. In the presence of that old woman, whom he had previously attempted to turn away, the party leader forgot his duty. A wave of guilt and sorrow washed over him. അപ്പം ഇത്രയും കാലം ഞാൻ കുഞ്ഞത്തോളമ്മയെ പറ്റി ചിന്തിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ഗിൽറ്റിയും ഒരു വിഷമവും ഒക്കെ ഗോവിന്ദൻകുട്ടീൻ്റെ മനസ്സിലേക്ക് വരികയാണ്. He felt himself shrink in front of her, this woman who had suffered so much. It also took him back to his childhood. അപ്പം തൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഗോവിന്ദൻകുട്ടി ആലോചിക്കുകയാണ്. His father had died when he was child. അപ്പം ഗോവിന്ദൻകുട്ടീൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗോവിന്ദൻകുട്ടീൻ്റെ അച്ഛൻ ചെറുപ്പത്തെ മരിച്ചിരുന്നു. And his uncles had abandoned the widow and their child. Uncles ഒക്കെ അവരെ അമ്മേനെയും അവനെയും പറ്റി ചിന്തിച്ചിരുന്നില്ല. His mother Lakshmi struggled to keep them from starving. പട്ടിണിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. She wanted to educate him, set him up a good life, but she was not able to manage it. അപ്പോൾ ലക്ഷ്മിക്ക് ഈ ഗോവിന്ദൻകുട്ടിയെ പഠിപ്പിച്ച് സെറ്റിലാക്കണം എന്നുണ്ട്. പക്ഷേ അതിന് പറ്റിയ ഒരു അവസ്ഥ ആയിരുന്നില്ല ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നത്. മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ലക്ഷ്മിക്ക്. Since he was a bright child, he could manage his studies with the help of കുഞ്ഞത്തോളമ്മ. ഈ ഗോവിന്ദൻകുട്ടി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞത്തോളമ്മ വിചാരിച്ചിട്ടുണ്ടെന്ന് തന്നെ എന്താണ് ആ ഗോവിന്ദൻകുട്ടിയുടെ സ്റ്റഡീസ് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. She asked him to collect flowers for her prayers every day, and she gave him money for that work. അപ്പം ദിവസം പ്രാർത്ഥനയ്ക്കുള്ള പൂക്കൾ കളക്ട് ചെയ്യാൻ പറയുമായിരുന്നു. അങ്ങനെ കളക്ട് ചെയ്ത് വന്ന് കൊടുക്കുമ്പം കുഞ്ഞത്തോളമ്മ അവന് പൈസ കൊടുക്കുമായിരുന്നു. Every morning he plucked flowers for her and reached the illam house almost by the time he was hungry. അപ്പം പൂക്കൾ പറിച്ച് കൊണ്ടുകൊടുക്കുമായിരുന്നു. ആ സമയത്ത് ഒക്കെ വളരെ വിശപ്പ് ഉണ്ടായിരുന്നു. The only time he had enough to eat were when കുഞ്ഞത്തോൾ combined curd and mango pickle with rice rolled into balls and handed them to him. അപ്പോൾ കുഞ്ഞത്തോളമ്മ എന്താ ചെയ്തത്, ഈ ചോറ് മാംഗോ പിക്കിളും കേർഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് ബോൾസ് ആക്കിയിട്ട് ആർക്ക് കൊടുക്കുമായിരുന്നു, ഗോവിന്ദൻകുട്ടിക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഗോവിന്ദൻകുട്ടി അവൻ്റെ വിശപ്പ് മാറ്റിയിരുന്നത്. When Kunyathol's mother cried, he would comfort her by telling her that it would bring fame and wealth when he grew up. അപ്പം കുഞ്ഞത്തോളമ്മ കരയുമ്പം ഇവൻ പറയുമായിരുന്നു, ഞാൻ വലുതായി സമ്പാദിക്കുമ്പം ഞാൻ കുഞ്ഞത്തോളമ്മേനെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, കംഫർട്ട് ചെയ്യും. This made Kunyathol's voice sweeter than the delectable food. ഇത് കുഞ്ഞത്തോളമ്മയ്ക്ക് ആ ഫുഡിനേക്കാളും സ്വീറ്ററായിട്ട് തോന്നി.
His mother was not around to observe the changes he made to his home. അവന്റെ വീട്ടിലേക്ക് അവൻ വരുത്തിയ മാറ്റങ്ങളൊന്നും കാണാൻ ആരുണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ മരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. As a child, Kunyathol was his only refuge following the passing of his mother. She cared for him, often gave him money, and always kept sweets aside for him from the offering to the deity. അപ്പം കുഞ്ഞത്തോൾ അമ്മ എപ്പോഴും എന്ത് ചെയ്യുമായിരുന്നു? അവനെ നല്ലപോലെ കെയർ ചെയ്യുമായിരുന്നു, അവന് പൈസ കൊടുക്കുമായിരുന്നു, അവന് മുട്ടായൊക്കെ കൊടുക്കുമായിരുന്നു. She cared for every destitute irrespective of the religion they belonged to. അപ്പം കുഞ്ഞത്തോൾ അമ്മ അങ്ങനെ റിലീജിയൻ ഒന്നും നോക്കാതെയാണ് മറ്റുള്ളവരെ സഹായിച്ചിരുന്നത്. When Govindakutti finished the school and left the village, he did not think it important to bid farewell to the കുഞ്ഞത്തോൾ അമ്മ. അപ്പം അവന്റെ സ്കൂള് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് അവൻ വില്ലേജിൽ നിന്നും മടക്കി പോയപ്പോൾ അവൻ വിചാരിച്ചിരുന്നില്ല കുഞ്ഞത്തോൾ അമ്മേനെ പിന്നീട് കാണുമെന്ന്. Later, as he grew older and began to study extensively, he learned a lot about caste conflicts and realized that the feeling of affection, a sense of depth or appreciation were wrong and fake. അപ്പൊ അവൻ വളർന്ന് പഠിച്ചപ്പോഴാണ് ഈ കാസ്റ്റിനെ പറ്റിയൊക്കെ അറിഞ്ഞത്. പിന്നീടാണ് മനസ്സിലായത് ആ ഒരു എഫെക്ഷൻ എന്ന് പറയുന്നത് റോങ് ആയിരുന്നു, ഫേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. കുഞ്ഞത്തോൾ prediction came true with the youthful Govindakutti. He quickly rose to prominence in the public eyes and gained the respect of many organizations. അപ്പം അങ്ങനെ ഗോവിന്ദൻകുട്ടി വളർന്ന് വളരെ പബ്ലിക് ഐ എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും തിരിച്ചറിയുന്ന കുറച്ച് ഫേമസ് ഒക്കെ ആയിട്ടുള്ള എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറി. He started to forget his native village as the year went by. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പം അവന്റെ നാട്ടിനെ പറ്റി അവൻ മറന്നു പോവാണ്. Significant changes occurred in the village as well. വില്ലേജിലും കുറെ ചേഞ്ചസ് സംഭവിച്ചു. Govindakutti noticed the mana where കുഞ്ഞത്തോൾ അമ്മ provided food. കുഞ്ഞത്തോൾ അമ്മ ഫുഡ് കൊടുത്തിരുന്ന മന was locked. The tank was full and the gate was prepared to fall when he had crossed the village to attend a function. ഒരു ഫംഗ്ഷന് വേണ്ടി ആ വില്ലേജിലേക്ക് പോയപ്പം മന പൂട്ടി കിടക്കുന്നതായിരുന്നു കണ്ടിരുന്നത്. He was accompanied by a guy who claimed that charity has caused the people to lose everything. ഈ ചാരിറ്റി ചെയ്യുന്നതാണ് അവരെ ഈ മനയൊക്കെ നഷ്ടപ്പെടാൻ കാരണമാക്കിയത് എന്ന് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു. They borrowed money to feed 500 family members during the ritual after the family headed passed away out of charitable intention. അവര് 500 ഫാമിലീസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? പൈസ കടമെടുത്തു. അങ്ങനെയാണ് അവര് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. They must sell their property in order to pay this. അവർ ആ പണം തിരിച്ചടയ്ക്കാൻ അവരുടെ പ്രോപ്പർട്ടി സെല്ല് ചെയ്യേണ്ടി വന്നു. The second son gave up on finding a career. രണ്ടാമത്തെ മകൻ എന്താണ്, ഒരു ജോലി തേടി പോയി. Joining a political party, ഒരു പാർട്ടിയിലെ അംഗമായി. And is currently lazing around while the older son suffer from rheumatic arthritis. Older son, മൂത്ത മകൻ എന്താണ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന അസുഖം ബാധിക്കുകയും ചെയ്തു. Due to the compassion of an earlier tenant, Kunyathol relocated to a tiny house nearby with his son Unni and his family and now resides there. അങ്ങനെ ഒരു ചെറിയൊരു വീട്ടിലാണ് ഇപ്പൊ കുഞ്ഞത്തോൾ അമ്മ നിൽക്കുന്നത്. അവരുടെ മകനായിട്ടുള്ള ഉണ്ണീന്റെ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്. He was eager to speak with കുഞ്ഞത്തോൾ and learn more about all of her business. അപ്പം അവന് തിടുക്കായി കുഞ്ഞത്തോളിനെ പറ്റി അറിയാനും അവരുടെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാൻ തിടുക്കായി. The act of fasting did not bother കുഞ്ഞത്തോൾ much. അപ്പൊ ഈ ഫാസ്റ്റിംഗ്, പട്ടിണി കിടക്കുന്നത് കുഞ്ഞത്തോളെ അത്ര ബോധർ ചെയ്തിരുന്നില്ല. ഷീ ഒബ്സർവ്സ് ഫാസ്റ്റിംഗ് ഓൺ മൺഡേ, ഏകാദശി ആൻഡ് പ്രദോക്ഷം
സമയങ്ങളിലൊക്കെ ഫാസ്റ്റിംഗ് ചെയ്തിരുന്നു. എവറി മന്ത് ഷീ വുഡ് ഒബ്സർവ് 20 to 21 ഡേ ഫാസ്റ്റിംഗ്. എല്ലാ മാസവും 20-21 ദിവസങ്ങളിലൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുമായിരുന്നു. ഈവൻ ഡ്യൂറിങ് ദോസ് ഡേയ്സ് ഓഫ് ഫാസ്റ്റിംഗ് ഷീ പ്രൊവൈഡഡ് ഫുഡ് ഫോർ എവ്രി വൺ എൽസ്. ആ ഫാസ്റ്റിംഗ് ചെയ്തിരുന്ന ദിവസം പോലും മറ്റുള്ളവർക്ക് കുഞ്ഞത്തോളമ്മ ഫുഡ് കൊടുക്കുമായിരുന്നു. The locals refer to her as the goddess who reside at the top of the mountain and the daughter of the mountain respectively. അപ്പൊ ഈ വരി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്നത്. അപ്പൊ ആ സ്ഥലത്തുണ്ടായിരുന്ന ആൾക്കാര് കുഞ്ഞത്തോളമ്മേനെ ദൈവത്തെ പോലെയായിരുന്നു കണക്കാക്കിയിരുന്നത്. മൗണ്ടെയിന്റെ മുകളിലുള്ള ദൈവത്തെ പോലെയായിരുന്നു കണക്കാക്കിയിരുന്നത്. ഹി റീഗെയിൻഡ് കോൺഷ്യസ്നെസ് വെൻ ദ ഹോൺ സൗണ്ട്. അപ്പം ഹോൺ അടിച്ചപ്പം അദ്ദേഹം തിരിച്ച് ആ കുട്ടിക്കാലത്തെ ചിന്തകളിൽ നിന്നും തിരിച്ചു വന്നു. The secretaries were peering in and both were silent until at the precise moment their eyes locked. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നോക്കി നിൽക്കായിരുന്നു. കുഞ്ഞത്തോൾ apologizes for disturbing him and expressing her happiness that Unni had found some good fortune. അപ്പം കുഞ്ഞത്തോളമ്മ എന്താണ് ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാല്യൂബിൾ ആയിട്ടുള്ള സമയം വേസ്റ്റ് ചെയ്തതിന്, ഡിസ്റ്റർബ് ചെയ്തതിന് ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഉണ്ണി നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ടെന്നും കുഞ്ഞത്തോളമ്മ സന്തോഷപൂർവ്വം പറയാണ്. She claims that Unni has been bedridden for more than 8 years and that the family has been completely destroyed. ഉണ്ണി 8 വർഷത്തോളം കിടക്കയിൽ തന്നെയായിരുന്നു. അതായിരുന്നു അവരുടെ ഫാമിലി ഡിസ്ട്രോയ് ചെയ്തത്. That his brother has given up hope of finding employment and joined an anti-political party. ബ്രദർ എന്താണ് ഒരു ആന്റി പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്തിരുന്നു. She also has a daughter who is single. കല്യാണം കഴിക്കാത്ത ഒരു മകളും കൂടി ഉണ്ടായിരുന്നു. And they advised me to meet Govindakutti so that he might help me with all of my troubles. ഗോവിന്ദകുട്ടിയെ കാണാൻ അവരാണ് പറഞ്ഞത് അങ്ങനെ തന്റെ കഷ്ടപ്പാടുകൾ ഗോവിന്ദകുട്ടി മനസ്സിലാക്കും എന്ന് വന്ന് ഹെൽപ്പ് ചോദിക്കാൻ വന്നതാണ് കുഞ്ഞത്തോളമ്മ. She continues, if you could not do anything about it, at least help in admitting Unni's son to a school so that at least he will have meals in the middle of the day. And she begs Guruvayurappa to assist and save her. അപ്പൊ അത്രയും ദാരിദ്ര്യമാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഉണ്ണീന്റെ മകനെ, എൻ്റെ മകന്റെ മകനെ ഒന്ന് സ്കൂളിൽ അയക്കെങ്കിലും ചെയ്യും. അതാവുമ്പം അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഉച്ചയ്ക്കുള്ള ചോറ്, അവിടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഫുഡ് കഴിക്കാനെങ്കിലും കഴിയും. ഗുരുവായൂരപ്പനെ ബെഗ് ചെയ്യാണ്. Now, Govindakutti apologizes and claims that we are to blame for your current state of affair. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോവിന്ദകുട്ടി ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഗോവിന്ദകുട്ടീനെ അത്രയും നിലയിൽ എത്തിച്ചത് ആരാണ്? കുഞ്ഞത്തോളമ്മയാണ്. അപ്പൊ കുഞ്ഞത്തോളമ്മയ്ക്ക് ഒരിത് വന്നപ്പം ഗോവിന്ദകുട്ടി അത് ശ്രദ്ധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഗോവിന്ദകുട്ടി കുഞ്ഞത്തോളമ്മേനെ മറന്നുപോയല്ലോ എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ്. ഡ്യൂറിങ് അവർ ടൈം ഓഫ് ഹങ്കർ വി വർ ക്വൈറ്റ് അവെയർ ഓഫ് ദ ഫുഡ് വി കൺസ്യൂം ബട്ട് നെവർ നോട്ടീസ് ദ ഹാൻഡ്സ് ഹൂ സെർവ്ഡ് ഇറ്റ് ടു അസ്. അപ്പം ഞാൻ വിശന്നിരുന്ന കാലത്ത് എന്താണ് ഞാൻ അത് ഫുഡ് മിണ്ടാതിരുന്ന് കഴിക്കുമായിരുന്നു. പക്ഷെ ആ ഫുഡ് തന്നിരുന്ന കൈകളെ ഞാൻ എന്താണ് ഇല്ല, നോട്ടീസ് ചെയ്തില്ല. ഞാൻ എന്താണ് അത് ഫോർഗെറ്റ്, ആ ആളെ ഞാൻ മറന്നുപോയിന്ന് ഇവിടെ പറയാണ്. ദാറ്റ് ഈസ് യുവർ ഡിവോഷൻ ഫോർ കുഞ്ഞത്തോളമ്മ. യു ഡോണ്ട് ഈവൻ എക്സ്പ്രസ് ഹാട്രിഡ് ടുവേർഡ്സ് അസ് ഡിസ്പൈറ്റ് എവറിത്തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. I wanted to ask you to be the mother their motherless Govindakutti needs. അപ്പം കുഞ്ഞത്തോളമ്മേന്റെ അമ്മയാണ് ശരിക്കും അല്ലെ. ബി ദ സെയിം മദർ യു ആർ. പണ്ടത്തെ പോലെ തന്നെ അമ്മയാകുമോ എന്ന് ചോദിക്കുകയാണ്. After letting all of his emotion and tears out, he contacts his secretary to ask her to prepare the car and find a seat for Kunyathol before relieving that he is the son of humanity. അപ്പം അവൻ കുഞ്ഞത്തോളമ്മയെ ഇനി മുതൽ തൻ്റെ അമ്മയായിട്ട് കാണാൻ പോകുകയാണ്.
അവൻ ആ വിഷമമൊക്കെ ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ട്. അങ്ങനെ സെക്രട്ടറിയോട് പറയാണ്, കാറ് വിളിക്കൂ, കാറിൽ കുഞ്ഞത്തോളമ്മേനെ കയറ്റാൻ പറയാണ്. അങ്ങനെ ഇവിടെ ഡോക്ടർ ഓഫ് ഹ്യൂമാനിറ്റി ആരാണ്? കുഞ്ഞത്തോളമ്മേന്റെ മകനായി മാറുകയാണ്. അതായത് സൺ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞത്തോളമ്മേന്റെ മകനായി മാറുകയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കഥയില് മെയിൻ ആയിട്ടുള്ള തീംസ് എന്തൊക്കെയാണ്? മദർഹുഡ്, ഒരു അമ്മയുടെ സ്നേഹം, അല്ലെ? പിന്നെന്താണ്? പ്ലൈറ്റ് ഓഫ് നമ്പൂതിരി വുമൻ, നമ്പൂതിരി സ്ത്രീകൾക്ക് അനുഭവിച്ചിരുന്ന, ആ കാലത്ത് അനുഭവിച്ചിരുന്ന ദുരിതങ്ങള്,